Welcome back to iflychefvlogs. This is John Rajan with you. കോക്ടെയിലാണ്, പക്ഷെ നമുക്ക് ഇന്നത് ഒരു മോക്ടെയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇത് നമ്മളിതിനകത്ത് ലാവൻഡർ, നമ്മുടെ സമ്മറിലൊക്കെ ഒരുപാട് യൂറോപ്പിലും യുഎസിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ലാവൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലാവൻഡർ ആൻഡ് സ്ട്രോബെറി വെർജിൻ ഡെക്കറി. ഓൾറൈറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഉണ്ട്, ഫ്രോസൺ സ്ട്രോബെറി ഉണ്ട്. കാരണം നമ്മൾ അതിന് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് രണ്ടും ചേർക്കുന്നത്. നമുക്ക് ഫ്രഷ് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് അത് കുറച്ച് നേരം ഒരു 45 hours ഫ്രീസറിനകത്ത് വെച്ചാൽ നമുക്കത് ഫ്രോസൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചീപ്പായിട്ട് കുറച്ച് ഫ്രോസൺ സ്ട്രോബെറി നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് പഞ്ചസാര, പിന്നെ ലാവൻഡർ ഫ്ലവേഴ്സ്. ഞാനിവിടെ ഡ്രൈ ആണ് എടുക്കാൻ പോകുന്നത്, കാരണം നമുക്ക് ഡ്രൈ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം. ഫ്രോസൺ സ്ട്രോബെറി ഇടുന്നു, ഫ്രോസൺ സ്ട്രോബെറി. പിന്നെ കുറച്ച് ഫ്രഷ് സ്ട്രോബെറി നമ്മൾ ഇടുന്നു. നമുക്കതിനകത്തേക്ക് ഹാഫ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ മോക്ടെയിലാണ്. സാധാരണ ഇതിനകത്ത് റമ്മോട് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കാറ് മോക്ടെയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വീട്ടിൽ മോക്ടെയിൽ ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലാവൻഡർ ഇട്ട് കൊടുക്കുക. ലാവൻഡർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു 3 തണ്ട് ചെറുത്, ഒരുപാട് വലുതല്ല, ചെറുത്. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നമുക്ക്. സ്ട്രോബെറി ഡെക്കറി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇതിനകത്ത് ഇടുന്നു. ഒരു പ്ലേറ്റിനകത്ത് ഇതുപോലെ ഒരു പഞ്ചസാര ഒന്ന് കുറച്ച് പരത്തിയിട്ട് കൊടുക്കുന്നു. അതിനകത്തേക്ക് നമ്മളത് ഇതിൽ നിന്ന് കുറച്ച് ലാവൻഡർ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ തണ്ട് ഇല്ലാതെ മാറ്റി ഫ്ലവേഴ്സ് മാത്രം, ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രം ഇടുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. നമുക്ക് ആദ്യം ഈ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിനായിട്ടൊരു ചെറിയ സ്ലൈസ് ലെമൺ ഇതിൻ്റെ എഡ്ജത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം നമ്മൾ നേരെ ഈ ഇതിലോട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എഡ്ജിലൊക്കെ ഇതുപോലെ കുറച്ച് സ്ട്രോബെറി ആൻഡ് ഡെക്കറി ഒഴിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെറിയ സാധനം വെച്ച് ഗാർണിഷ് ചെയ്യാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഇതുപോലെ ഒരു ചെറിയ സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് 2ആയിട്ട് മുറിച്ച് അതിലോട്ട് വെച്ച് കൊടുക്കും. ഇത്രയുള്ള സംഭവം നമ്മുടെ അടിപൊളി സ്ട്രോബെറി ഡെക്കറി റെഡിയാണ്. ലാവൻഡർ ആൻഡ് സ്ട്രോബെറി ഡെക്കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്,